ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ വെളുത്ത പക്ഷ വൈകാശി മാസത്തിലെ ഷഷ്ടിയാണ്. അതും വൈകാശി മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് വൈകാശി വിശാഖം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നതാണ്. ഭഗവാൻ മുരുകന് വളരെയധികം പ്രിയ മാസമാണ് വൈകാശി മാസം എന്നുള്ളത്. വൈകാശി മാസത്തിലെ ഓരോ ചൊവ്വാഴ്ചകളും കാർത്തിക നക്ഷത്രം, വിശാഖ നക്ഷത്രം എല്ലാം വളരെയധികം നന്മകളും ഫലപ്രദവും നിറഞ്ഞ ദിവസങ്ങളാണ്. അതിൽ തന്നെ വൈകാശി മാസത്തിൽ വരുന്ന ഷഷ്ടിയാണ് നാളെ. ജൂൺ 1 ഞായറാഴ്ച ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ചൊല്ലേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഭഗവാന്റെ ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമ്മൾ എല്ലാ മാസവും ഷഷ്ടി തിഥി വരുമ്പോൾ വീഡിയോ ചെയ്യാറുണ്ട്. ഈ മാസത്തെ ഷഷ്ടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരുപാട് പേര് മാസത്തിൽ 2 ഷഷ്ടി വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും എടുക്കാമോ എന്ന് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. സാധാരണയായി നമ്മൾ വെളുത്തപക്ഷ ഷഷ്ടി മാത്രമേ എടുക്കാറുള്ളൂ. അതായത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഷഷ്ടിയെയാണ് നമ്മൾ വെളുത്തപക്ഷ ഷഷ്ടി എന്ന് പറയുന്നത്. പൗർണമി കഴിഞ്ഞു വരുന്ന ഷഷ്ടിയാണ് കറുത്തപക്ഷ ഷഷ്ടി. നമ്മൾ ആരും തന്നെ ആ ഒരു ഷഷ്ടി വ്രതം എടുക്കാറില്ല. പക്ഷേ എടുക്കുന്നവരുണ്ട്. അതായത് അന്നത്തെ ദിവസം വ്രതമായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെയുണ്ട്. പക്ഷേ നമുക്ക് പൂജകളൊക്കെ ചെയ്യാം. അതായത് ഭഗവാൻ എന്തെങ്കിലും നേദിക്കുകയോ അതേപോലെ തന്നെ ഷഡ്കോണ ദീപമൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ വ്രതമായിട്ട് ആരും തന്നെ അത് എടുക്കാറില്ല. അപ്പം 2025 വൈശാഖ മാസത്തിൽ, അതായത് ഇടവ മാസത്തിലെ ഷഷ്ടി വരുന്നത് നാളെയാണ്, ജൂൺ 1 തീയതി. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് ഇന്ന് ശനിയാഴ്ച രാത്രി 8:30 കൂടിയിട്ടാണ്. അവസാനിക്കുന്നത് നാളെ ജൂൺ 1 ഞായറാഴ്ച രാത്രി 8 മണിയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഷഷ്ടി വ്രതം എടുക്കുന്നവരൊക്കെ തന്നെ നാളെ വേണം വ്രതമെടുക്കാൻ. നാളെ ജൂൺ 1 ഒരു മാസത്തിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഷഷ്ടി തിഥി കിട്ടുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. അന്നത്തെ ദിവസം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ തുടങ്ങാൻ. എന്നിട്ട് നമ്മുടെ ഈ ഒരു മാസം മുഴുവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. ഓരോ മാസവും ഷഷ്ടിവ്രതം അനുസരിക്കുന്നതിന് ഓരോ പ്രത്യേകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ചിലപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനോ വീട് വെക്കുന്നതിനോ നമുക്ക് ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനോ വേണ്ടിയിട്ടായിരിക്കും അടുപ്പിച്ച് ഷഷ്ടിവ്രതം എടുക്കുന്നത്. പക്ഷേ ഓരോ ഷഷ്ടിക്കും ഓരോ പ്രാധാന്യമുണ്ട്. അങ്ങനെ നോക്കുമ്പം ഈ 2025 ജൂൺ 1 ഞായറാഴ്ച വരുന്ന ഇടവത്തിലെ ഷഷ്ടി, വൈകാശി മാസത്തിലെ ഷഷ്ടി എടുക്കുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് മാതൃസൗഖ്യമാണ്. ജാതകവശാൽ ചൊവ്വ അനിഷ്ട സ്ഥാനത്തുള്ളവരും ചൊവ്വ ദോഷമുള്ളവരുമൊക്കെ ഷഷ്ടിവ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രവുമല്ല, ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, ഗ്രഹദോഷം, കാര്യവിജയം, രോഗശാന്തി ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുന്നത് ശ്രീ മുരുക ഭഗവാന്റെ പ്രീതി ലഭിക്കാൻ വളരെയധികം നല്ലതാണ്. ഭഗവാൻ മുരുകൻ എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷഷ്ടി വ്രതം എടുക്കുമ്പം ഭഗവാൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ പ്രാർത്ഥനകൾ അത് എന്ത് തന്നെ ആയാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്നതുമാണ്. അപ്പം നാളെ ജൂൺ 1 തീയതി ഷഷ്ടി വ്രതം എടുക്കുന്നവർ തലേദിവസമായ പഞ്ചമി ദിവസം നിങ്ങൾ രാത്രിയിൽ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. ഒരു നേരം അരിയാഹാരം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിറ്റേ ദിവസം ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നെറ്റിയിൽ ഭസ്മം ധരിക്കാൻ മറക്കരുത്. വീട്ടിൽ മുരുക ഭഗവാന്റെ വിഗ്രഹം വേലൊക്കെ ഉള്ളവർ അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അഭിഷേകം ചെയ്യണം. നമ്മൾ അഭിഷേകം ചെയ്യാതെ ഈ വേലും വിഗ്രഹവും ഒന്നും വാങ്ങിച്ച് വെറുതെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ മാസത്തിൽ ഒന്നെങ്കിലും അഭിഷേകം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒന്നെങ്കിൽ പൗർണമി വരുമ്പം എല്ലാ വിഗ്രഹങ്ങളും എടുത്ത് ഒന്നിച്ച് നമുക്ക് അഭിഷേകം ചെയ്യാം. അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ വരുന്ന ഷഷ്ടി തിഥിയിലോ ചൊവ്വാഴ്ച ദിവസമോ അഭിഷേകം ചെയ്യാമെന്നാണ് ഏറ്റവും നല്ലത്. പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യാം, പാലുകൊണ്ട് മാത്രമായിട്ടും നമുക്ക് അഭിഷേകം ചെയ്യാം. അങ്ങനെ അഭിഷേകമൊക്കെ ചെയ്ത് ഭഗവാനെ, ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ വിഗ്രഹവും വേലോ ഒന്നുമില്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം. അപ്പം ഏതൊരു ദൈവമാണെന്നുണ്ടെങ്കിലും ആ ദൈവങ്ങളുടെ പ്രാധാന്യം നിറഞ്ഞ ദിവസങ്ങളിൽ ആ ഫോട്ടോയൊക്കെ ഒന്ന് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കുന്നത് നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ തന്നെ തരും. ഇത് ഒരിക്കൽ ചെയ്തിട്ട് കാര്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം.
അപ്പം എപ്പോഴാണ് നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടുന്നതെന്നൊരു സംശയം വരും. നമ്മൾ പോലും ചിന്തിക്കാത്തൊരു സമയം, അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു മോശ സമയം വരുമ്പം നമ്മളെ ആ മോശ സമയത്തിൽ നിന്നും കൈപിടിച്ച് ഉയർത്തി നമ്മുടെ കൂടെ നിൽക്കുന്നത് ദൈവമായിരിക്കും. നമ്മളത് അറിയില്ല. നമ്മൾ പലപ്പോഴും പറയാറില്ല, ഞാൻ വീണു പോകുമായിരുന്നു ഈ അവസ്ഥയിൽ, ഞാൻ പോലും അറിയാതെ എന്നെ എത്രയോ പേര് ചേർത്ത് നിർത്തിയെന്ന്. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളുടെയും നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെയും ഫലമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നല്ല ദിവസങ്ങൾ വരുമ്പം നിങ്ങൾ കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. ഒരുപാട് പേർക്ക് പൂക്കളൊന്നും കിട്ടാത്ത സാഹചര്യമായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ, നിങ്ങൾക്ക് എന്ത് പൂക്കളാണോ കിട്ടുന്നത് ആ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഒരു ദീപം കൊളുത്തി വെക്കുക. ഇപ്പം നമ്മൾ സാധാരണ ചൊവ്വാഴ്ചകളിൽ പരിപ്പ് ദീപം കൊളുത്താറുണ്ട്, അതേപോലെ ഷട്കോണ ദീപം, വെറ്റില ദീപമൊക്കെ കൊളുത്താറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഷഷ്ടികളിലും കൊളുത്താം. അതായത് 6 ഷഷ്ടിയിൽ ഞാൻ കൊളുത്തിയേക്കാം എന്നൊക്കെ നമ്മൾ നേർന്ന് വ്രതമെടുത്ത് ഭഗവാന് ദീപം കൊളുത്തിയാൽ ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ നിങ്ങൾക്ക് പരിപ്പ് ദീപമോ വെറ്റില ദീപമോ ഷട്കോണ ദീപമോ എന്ത് ദീപം വേണമെങ്കിലും ഷഷ്ടിതിഥിയിൽ കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ 6 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഇത് ഭഗവാന്റെ സുബ്രഹ്മണ്യ ദ്വാദശ സ്തോത്രമായിരിക്കും. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സുബ്രഹ്മണ്യ ദ്വാദശ സ്തോത്രമെന്ന് പറയുന്നത്. ഈ ദ്വാദശ സ്തോത്രം എന്നത് ഭഗവാന്റെ 12 നാമങ്ങളാണ്. ഈ 12 നാമങ്ങൾ ഓരോന്നായിട്ട് ചൊല്ലാം, അതായത് നാമങ്ങളായിട്ട്. അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഈ 12 നാമങ്ങൾ ഒരു സ്തോത്രമാക്കിയിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ചൊല്ലുന്നതാണ്. ഇത് നിങ്ങൾക്ക് 6 പ്രാവശ്യം ഭഗവാന് അർച്ചന ചെയ്തുകൊണ്ട്, അർച്ചന ചെയ്യുക എന്ന് പറയുമ്പം കുങ്കുമം എടുക്കാം, ഭസ്മം എടുക്കാം, അരളിപ്പൂവ്, റോസപ്പൂവ്, താമരപ്പൂവിൻ്റെ ഇതളുകൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഭഗവാന് അർച്ചന ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്തോത്രം ജപിക്കാവുന്നതാണ്. ഈ അർച്ചന ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് 6 ദീപങ്ങൾ, ഓരോ ദീപവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു തവണ ഈ സ്തോത്രം ചൊല്ലുക, ഭഗവാന് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെക്കുക. വീണ്ടും രണ്ടാമത് നിങ്ങൾ വീണ്ടും സ്തോത്രം ചൊല്ലുക, രണ്ടാമത്തെ ദീപം കൊളുത്തി വെക്കുക. അങ്ങനെ 6 ദീപങ്ങൾ. അതിപ്പം മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തി വെക്കാം. തിനമാവ് കൊണ്ട്, ഞാൻ എങ്ങനെയാണ് തിനമാവ് കൊണ്ട് ഭഗവാന് ദീപം കൊളുത്തേണ്ടതെന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പം തിനമാവ് കൊണ്ട് വേണമെങ്കിലും ഭഗവാന് ദീപം കൊളുത്തി വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പം ഈ മന്ത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എഴുതിയും കാണിക്കുന്നുണ്ട്. കാർത്തികേയോ മഹാസേനഃ ശിവപുത്രോ വരപ്രദഃ ശ്രീവല്ലിദേവസേനേശോ ഗജവക്താനുജസ്തഥാ മയൂരവാഹനോ ഭക്തമോക്ഷദഃ കുക്കുടധ്വജഃ താരകാസുരസംഹർത്താ ഷഡക്ത്വാ ശക്തിധാരകഃ ദ്വാദശൈധാനി നാമാനി കാർത്തികേയസ്യ യപഠേത് സർവദാ ഭക്തിമാൻ രക്ഷാ പ്രാപ്നോത്യപി മഹാബലം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭഗവാന്റെ ഈ 12 നാമങ്ങളാണ്. കാർത്തികേയൻ, മഹാസേനൻ, ശിവപുത്രൻ, വരപ്രദൻ, ശ്രീവല്ലിദേവസേനേശൻ, ഗജഭക്താനുജസ്തൻ, മയൂരവാഹനൻ, ഭക്തമോക്ഷതൻ, കുക്കുടധ്വജൻ, താരകാസുര സംഹർത്തൻ, ഷഡക്ത്വൻ, ശക്തിധാരകനും ഇവ. അതായത് ആരാണോ ഈ 12 നാമങ്ങൾ ചൊല്ലി ഭഗവാനെ നിത്യവും ഭജിക്കുന്നത് സർവദാ ഭക്തിമാൻ രക്ഷാം പ്രാപ്നോത്യപി മഹാബലം, അവരെ ഭഗവാൻ സദാ കാത്തുരക്ഷിക്കുമെന്നുള്ളതാണ് ഈ 12 നാമങ്ങളുടെ അർത്ഥം. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ ചൊല്ലാം, അതല്ലെന്നുണ്ടെങ്കിൽ നാളെ മാത്രമായിട്ട് ചൊല്ലാം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേർച്ച പോലെ ഭഗവാനെ ഞാൻ 6 ഷഷ്ടിയിൽ ഈ മന്ത്രം 6 തവണ ചൊല്ലി 6 ദീപങ്ങൾ കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിച്ചേക്കാം, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമേ, അങ്ങനെയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷെ വളരെയധികം ഭഗവാന്റെ ഈ 12 നാമങ്ങൾ ചൊല്ലി ഭഗവാനെ ഭജിക്കുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും ഇത് ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. അതിനുശേഷം ഭഗവാന് ധൂപദീപം, അതായത് ആദ്യം ധൂപം എന്ന് ഉദ്ദേശിക്കുന്ന സാമ്പ്രാണിയാണ്. സാമ്പ്രാണി കൊണ്ട് 3 വട്ടം ഭഗവാനെ ഉഴിയണം. അതിനുശേഷം നെയ് ദീപം കൊണ്ട് നമ്മൾ ഭഗവാനെ 3 തവണ ആരതി എടുക്കണം. അതിനുശേഷം നിവേദ്യം സമർപ്പിക്കും. മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് മാമ്പഴം സമർപ്പിക്കാം, തേൻ സമർപ്പിക്കാം, പഞ്ചാമൃതം സമർപ്പിക്കാൻ പറ്റുന്നവർക്ക് പഞ്ചാമൃതം സമർപ്പിക്കാം. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് ഭഗവാന്
സമർപ്പിച്ച് കർപ്പൂര ആരതിയും കൂടി എടുത്ത് ഞാൻ ഈ മന്ത്രം ചൊല്ലിയതിൽ, ഈ സ്തോത്രം ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പുറത്ത് ഇത് സ്വീകരിച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഭക്തവത്സലനായ ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം അത് എന്തു തന്നെയായാലും സാധിച്ചു തരുന്നതുമായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.